നാരായണ ശ്രീ ഗുരുവായൂരപ്പ. ശ്രീമദ്ഭാഗവത മഹാപുരാണം ദ്വാദശസ്കന്ധം ഏകാദശോധ്യായ. 12ാമത്തെ സ്കന്ധം 11ാമത്തെ അധ്യായം. ആദിത്യവ്യൂഹ വർണ്ണനം എന്ന അധ്യായത്തിൻ്റെ പേര്. ഭക്തനായിട്ടുള്ള സൂതനോട് ശൗനകാദി മഹർഷിമാർ പറയണു, തന്ത്രരഹസ്യം അങ്ങേക്ക് അറിയാലോ എന്ന്. തുടക്കത്തിൽ തന്നെ പറഞ്ഞത് വേദം പഠിച്ചിട്ടില്ല, താന്ത്രിക വൈദിക വിധികൾ പഠിച്ചിട്ടില്ല, മറ്റു കാര്യങ്ങളൊക്കെ എനിക്ക് പറഞ്ഞു തന്നിട്ടുണ്ട് എന്നാണ്. അപ്പോൾ തന്ത്രരഹസ്യവും അങ്ങേക്ക് അറിയാലോ. ഭഗവാനായിട്ടുള്ള വിഷ്ണുവിനെ ആരാധിക്കുന്നവരെ ഏത് തത്വങ്ങളെയൊക്കെയാണ് സ്വീകരിക്കാറ്? അംഗം, ഉപാംഗം, ആയുധം, ആഭരണം, വാഹനം, പാർശ്വധരൻ. ഭഗവാന്റെ സപരിവാര പൂജയ്ക്ക് എല്ലാവരും പൂജിക്കപ്പെടണം, എല്ലാവരെയും പൂജിക്കണം. അപ്പോൾ ഇതൊക്കെ എങ്ങനെയാണ് കണക്കാക്കേണ്ടത്? പൂജ, യാഗ, വ്രതഹോമാദികളെ കൊണ്ട് ശുദ്ധി വരുത്തിയതിൻ്റെ ശേഷം ക്രിയായോഗമായിട്ട് നാം ചെയ്യുന്നതൊക്കെ ഭഗവത് സമർപ്പണം എന്നാണല്ലോ ഉദ്ദേശം. അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ ദേവത്വം കിട്ടും എന്നല്ലേ പറഞ്ഞത്? ബ്രഹ്മാവും ശിവനും ഇങ്ങനെയൊക്കെ തന്നെയാണ് ഉപദേശിച്ചിരിക്കുന്നത്. മുക്തിമാർഗത്തിലൂടെ മുക്തി ദീപം എന്ന ഗ്രന്ഥം, അത് ഈ താന്ത്രിക വിധിയാണ്, വൈദിക താന്ത്രിക വിധിയാണ്. അത് മഹാദേവൻ നിർമ്മിച്ചതാണ്. അപ്പോൾ എല്ലാ താന്ത്രിക ആചാര്യന്മാർക്കും മീതയായിട്ടുള്ള ആ ബ്രഹ്മാവും ശിവനും അവരും നമുക്ക് പറഞ്ഞു തന്നതൊക്കെ ഇങ്ങനെ ക്രമേണയായിട്ടാണല്ലോ. ശിഷ്യ പ്രശിഷ്യ, ഇതിപ്പോൾ ഒക്കെ ഗുരുസ്ഥാനത്താണെന്ന് മാത്രമേ ഉള്ളൂ. അങ്ങനെയുള്ള എല്ലാ ഗുരുക്കന്മാരെയും നമസ്കരിച്ചുകൊണ്ട് ശൗനകാദി മഹർഷിമാർ സൂതനോട് പറയാം. ഇവർക്കതൊക്കെ അറിയാം, ഇവരതൊക്കെ ചെയ്യുന്നുണ്ട്. പക്ഷെ അതിൻ്റെ ഗൂഢരഹസ്യങ്ങൾ, മർമ്മങ്ങൾ, അത് അങ്ങേക്കല്ലേ കൂടുതൽ അറിയാം ഞങ്ങളെക്കാൾ. ഇപ്പം തന്ത്രിയായിട്ട് കാര്യമില്ല. അതിൻ്റെ രഹസ്യം അറിയുന്നത് പുരാണങ്ങളിലൂടെയാണ്. അതിൻ്റെ വിധിയുണ്ട്. പുരാണങ്ങൾ പഠിച്ചിട്ട് വേണം താന്ത്രിക ക്രിയകൾ ചെയ്യാനായിട്ട്. അപ്പോൾ ഒരു പുരാണാചാര്യൻ ഇത് താന്ത്രിക വൃത്തികൾ ചെയ്യുമ്പോൾ കൂടുതൽ ഫലമാണ്. അത് വെറുതെ പറയണതല്ല, അതുതന്നെയാണ് അതിൻ്റെ ശരി. കുലത്തിൽ ജനിച്ചോളണം എന്ന് ഇല്ല. കുലത്തിൽ ജനിച്ചുകൊണ്ട് അത്ര വലിയ പ്രത്യേകത ഉണ്ടോ വെച്ചില്ല, ഉണ്ടാവുമായിരിക്കാം. കുറച്ച് ജീനിൻ്റെ ഒരു പരമ്പര കൈമാറ്റം ഉണ്ടാവില്ല, അത്രയേ ഉള്ളൂ. പക്ഷെ അതിനേക്കാൾ കൂടുതൽ കർമ്മം ആ രീതിയിൽ വരുന്നിട്ടുണ്ടെങ്കിൽ തന്നെയാണ് അതിന് ഫലം കൂടുക. അപ്പോൾ എല്ലാ ഗുരുക്കന്മാരെയും നമസ്കരിച്ചു ശൗനകാദി മഹർഷിമാർ. അതിനുശേഷം സൂതൻ സന്തോഷത്തോടു കൂടിയിട്ടും ഭയഭക്തി ബഹുമാനങ്ങളോടെ, എനിക്ക് അപകർഷതാബോധമില്ല എന്നാണ് നേരത്തെ പറഞ്ഞത്. പക്ഷെ ഇപ്പോൾ തന്ത്രിമാരുടെ മുമ്പിൽ ഒരു ആചാര്യൻ എങ്ങനെയാണോ പരിഭ്രമിച്ച് പുരാണം പറയുന്നത്, അതേപോലെ. കാരണം അങ്ങനെയാണ് അതിൻ്റെ ഒരു വിധി. പുരാണത്തിൽ പറഞ്ഞത് തന്ത്രിമാർക്ക് അവർ പഠിച്ചു വെച്ചാൽ മാത്രമേ അവരറിയുള്ളൂ. അവർ ആ വിഷയം പഠിച്ചോളുന്നില്ല. പക്ഷെ പഠിച്ചിട്ടാണ് ചെയ്യേണ്ടത് എന്നുള്ള വിധിയുണ്ട്. അത് പതിവില്ല, അതാണ്. നല്ലോണം പഠിച്ച് ചെയ്യുന്ന ആൾക്കാർ ഇഷ്ടം പോലെയുണ്ട്. മഹാതന്ത്രിമാരായിട്ടുള്ളവർ നല്ലോണം പുരാണം പഠിച്ച് അതിൻ്റെ ഗഹനമായിട്ടുള്ള ഈ പ്രാക്ടിക്കൽ എന്നുള്ള നിലയ്ക്ക് ആധ്യാത്മികവും ഭൗതികവും ആയിട്ടുള്ളത്. പരമാത്മാ എങ്ങനെയാണോ അത് എങ്ങനെയാണോ ഈ പ്രപഞ്ചത്തിൽ, അത് രണ്ടും നിഷ്കള സകള, രണ്ട് വ്യത്യാസത്തിലും അതാണ് അറിഞ്ഞ് പൂജിച്ചാലത്തെ ഫലം, അതാണ്. അപ്പോൾ അത് അറിയുന്ന തന്ത്രിമാരുണ്ട്, അവർ ചെയ്യുമ്പോൾ കൂടുതൽ ഫലം. അപ്പോൾ ഇവിടെ രണ്ട് കൂട്ടർക്കും നല്ലോണം അറിയാപ്പോൾ. കാരണം ഭാഗവതം കേട്ടതിൻ്റെ ശേഷമാണ് ശൗനകാദി മഹർഷിമാർ അതിൻ്റെ ഗൂഢരഹസ്യത്തെ പറയണേ എന്ന് പറഞ്ഞത്. ഏകാദശ സ്കന്ധത്തിൽ പൂജാവിധി വിസ്തരിച്ച് പറഞ്ഞിട്ടുണ്ട്. മറ്റ് പല സ്ഥലങ്ങളിലും പൂജാവിധിയെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. കാവിലായാലും ഒക്കെ ഒന്ന് പറഞ്ഞിട്ടുണ്ട്.
അപ്പോൾ അതിൻ്റെ രഹസ്യം എന്താ? അപ്പോൾ പറഞ്ഞത്, സൂതൻ ആദ്യം ഭഗവാനെ നല്ലോണം സ്മരിച്ചു. ഭഗവാന്റെ വിഭൂതി യോഗത്തെ ഏകാദശി സ്കന്ധത്തിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ആ രീതിയിൽ തന്നെ 14 ലോകങ്ങളെ ഭഗവാന്റെ അംഗപ്രത്യംഗമായിട്ട് സങ്കല്പിച്ചും കൊണ്ടാണ് ബ്രഹ്മാവ് സൃഷ്ടിച്ചത്. ആദ്യത്തെ താമര 14 ലോകം ആയിട്ട് കണക്കാക്കി. അപ്പോൾ ഭൂമി, പാതാളം, നാഭി, അത് അന്തരീക്ഷമായിട്ട് ഭൂമിയും അന്തരീക്ഷവും കൂടിയിട്ടാണ് നാഭി. പിന്നെ ശിരസ്, ഉടലും അതിൻ്റെ മുകളിലേക്കുള്ളതും സ്വർഗം ആയിട്ട് കണക്കാക്കി. നമ്മൾ സാധാരണഗതിയിൽ ഈ ഭൂമി, ദ്വിലോകം, സ്വർഗം, മഹർലോകം, ജനലോകം, തപോലോകം, സത്യലോകം, സഹസ്രാരപത്മം, അതാണ് സത്യലോകം. അത് കഴിഞ്ഞാൽ പിന്നെ ബ്രഹ്മരന്ധ്രം ഭേദിച്ച് ഒരു ഓറയും കൂടിയുണ്ട്. അത് കഴിഞ്ഞിട്ട് വേണം മുകളിലേക്ക് എത്താനായിട്ട്, അല്ലെങ്കിൽ വൈകുണ്ഠത്തിലേക്ക് എത്താനായിട്ട്. അത് പാതാളം, രസാതലം, മഹാതലം, തലാതലം, സുതലം, വിതലം, അതലം, ഇങ്ങനെ അധോലോകങ്ങൾ കഴിഞ്ഞിട്ട് വേണം ഭൂമിയിലേക്ക് എത്താനായിട്ട്. അപ്പം എങ്ങനെയാണ് 14 ലോകവും അതിന് ശേഷം ഈ 15 കഴിഞ്ഞ് 16, 14 ലോകം ബ്രഹ്മരന്ധ്രം വരേണ്ടെത്തും. എന്നുവെച്ചാൽ ഈ നിറുക വരെ എത്തും. അത് സത്യലോകം, അതാ പറയുക. അത് കഴിഞ്ഞൊരു ഓറയുണ്ട്. ആ ഓറയ്ക്ക് ഒരു പേരിട്ടുണ്ടോ ചോദിച്ചാൽ നിശ്ചല. എന്തായാലും അത് കഴിഞ്ഞിട്ട് വേണം വൈകുണ്ഠത്തിലേക്ക് എത്താനായിട്ട്. അത് മായ, പ്രകൃതി, മഹത്ത്, സൂത്രാത്മ, അഹം, പിന്നെ ശബ്ദസ്പർശ രൂപരസഗന്ധം, ഇങ്ങനെയുള്ള 9 തത്വങ്ങളെ കൊണ്ട് വിരാട് രൂപത്തെ സൃഷ്ടിച്ച ആ ഭഗവാനെ തന്നെ, ആ ഭഗവത് സ്വരൂപത്തെ സ്മരിച്ചുകൊണ്ടാണ് അതിൻ്റെ പൂജാവിധിയെ സ്മരിക്കുന്നത്. പ്രപഞ്ചത്തിൽ അംഗപ്രത്യംഗം എന്നാണല്ലോ പറഞ്ഞത്. വിരാട് രൂപിയായിട്ട് നിൽക്കുമ്പോൾ സൂര്യൻ കണ്ണായിട്ട്, അതായത് സൂര്യനും ചന്ദ്രനും അഗ്നിയും ആണ് സ്വതേ കണ്ണ്. 3 കണ്ണുണ്ട്, എല്ലാവർക്കും ഉണ്ട് 3 കണ്ണ്. മഹാദേവനിൽ പ്രത്യക്ഷമായിട്ടും ബാക്കിയുള്ളവർക്ക് അത് ഒളിഞ്ഞിരിഞ്ഞുകൊണ്ടും അങ്ങനെയാണ്. ഒളിഞ്ഞിരിക്കുകയാണ്, ഒളിച്ചു വെച്ചിരിക്കുകയാണ്. ശാക്തേയമായിട്ട് ചിലപ്പോൾ മുക്കണ്ണ് എന്ന് പറയാറുണ്ട്. ശൈവമായിട്ട് പ്രത്യക്ഷമായിട്ട് 3 കണ്ണ്. അത് എല്ലാവർക്കും ഈ സൂര്യൻ വലത്തെ കണ്ണ്, ചന്ദ്രൻ ഇടത്തെ കണ്ണ്, നടുക്കിൽ ആ പൊട്ട് പോലെ നിൽക്കുന്നത് അത് 3-ാം തൃക്കണ്ണ് വന്നി അല്ലെങ്കിൽ അഗ്നിയാണ്. മൂക്ക് വായുവാണ്. അശ്വിനി ദേവകൾ അധിഷ്ഠാന ദേവതയായിട്ട് വായു. ഇപ്പം നമ്മൾ പ്രാണായാമം കൊണ്ട് ഈ രോഗാദികളെ മാറ്റാൻ സാധിക്കുന്നു എന്ന് പറയണം. അപ്പം അതിൻ്റെ സാരം എന്താ? അത്രയും പ്രാധാന്യമുണ്ട് അന്തരീക്ഷത്തിൽ നിന്നും എടുക്കുന്നതായിട്ടുള്ള ഈ ശുദ്ധവായുവിന്, പ്രാണ ഊർജത്തെ. അതാണ് ശരിക്കുള്ള ആഹാരം. അത് പോരാഞ്ഞിട്ടാണ് നമ്മൾ ഈ ആഹാര വസ്തുക്കളെ സ്വീകരിക്കുന്നത്. വെള്ളമായാലും ശരി, ഈ ഖരമായിട്ടുള്ള ചോര കൂട്ടാൻ എന്തൊക്കെയാ വെച്ചാൽ അതൊക്കെ പിട്ടും പപ്പടും. അതിൻ്റെ സാരത്തിലേ ഉള്ളൂ. നമ്മൾ ചെയ്യുന്നത് ഈ മൂക്കിലൂടെ എടുത്തു കഴിഞ്ഞാൽ സ്വതവേ കിട്ടും. അത്രയ്ക്കുള്ള കഴിവ് നമുക്കില്ല എടുക്കാൻ. ഈ ഓക്സിജൻ മാത്രമല്ല, മറ്റു ചിലതും കൂടി എടുക്കാനുള്ള കഴിവ് ഉള്ളവരുണ്ട്. അതുകൊണ്ടാണ് പാമ്പിന് കുറേ കാലം ആഹാരം ഇല്ലെങ്കിലും ജീവിക്കാൻ സാധിക്കുന്നത്. അത് ഈ പെരുമ്പാമ്പിന് മാത്രമല്ല, എല്ലാ പാമ്പിനും ഉണ്ട്. പെരുമ്പാമ്പിന് അതിൻ്റെ നെയ്യുണ്ട്. അതുപോലെ തന്നെ മറ്റുള്ളവർക്ക് എന്തെങ്കിലുമൊക്കെ ചില കഴിവുണ്ടാവും. അതെന്താ ചോദിച്ചാൽ ശരിയാ. അതേപോലെ അടുത്തതാണ് കാതുകൾ. ദിഗ്ദേവതകളാണ്. 10 ദിക്കും എന്നാണ് പറയുക. ദിക്ക്, വിദിക്ക്, 4 4 8, 4 ദിക്കുകളും അതേപോലെ കോണുകളും. അപ്പോൾ ദിക്ക് വിദിക്കായി. പിന്നെ താഴെയും മുകളിലും, അങ്ങനെ 10 ദിക്ക് എന്നാണ് പറയുക. അത് ദിഗ്ദേവതകൾ. അതാണ് കാതായിട്ട് കണക്കാക്കുക. പിന്നെ പ്രജാപതി, ശിശ്നം, നിലനിൽക്കാനുള്ളതാണ് പരമ്പര. അതേപോലെ മൃത്യു, അപാനൻ, അത് ഗുദം ആയിട്ടാണ്. പിന്നെ ഇന്ദ്രൻ, കൈകളായിട്ട്. ഇന്ദ്രിയങ്ങൾക്ക് നാഥനായിട്ടുള്ള ഇന്ദ്രൻ. അപ്പം എല്ലാ അധിഷ്ഠാന ദേവതകൾക്കും നാഥനാണ് ഇന്ദ്രൻ. ആ ഇന്ദ്രൻ പരിചര്യ എന്ന നിലയ്ക്ക്, പണിയെടുക്കുക എന്ന നിലയ്ക്ക് കൈകളിലാണ്.
അപ്പോൾ ഇന്ദ്രിയങ്ങളെ കൂടെ അല്ലെങ്കിൽ ഇന്ദ്രിയങ്ങളിൽ കൂടെ നമ്മൾ സ്വീകരിക്കുന്നത് മുഴുവൻ മറ്റെന്തൊക്കെയോ ചില പണികൾ എടുത്തിട്ടാണ് നമ്മൾ ചെയ്യണത്. അതിനെ വ്യയം ചെയ്യുക എന്നൊരവസ്ഥയാണ് കൈകൾക്കുള്ളത്. ഇപ്പോൾ കണ്ണുകൊണ്ട് കണ്ടതിനെ നമുക്ക് കൈ കൊണ്ട് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ? അങ്ങനെയല്ല അതിൻ്റെ. അപ്പം അതിൻ്റെ മറ്റൊരർത്ഥത്തിലാണ് അതിനെ എടുക്കേണ്ടത് എന്ന് സാരം. അതാണ് ഭഗവാനെ കണ്ടു, അപ്പം നമ്മൾ കൈകൂപ്പി. രണ്ട് പ്രവൃത്തിയും രണ്ടാണ്, പക്ഷേ രണ്ടും തമ്മിലുള്ള അഭേദ്യമായിട്ടുള്ള ബന്ധം. ഭഗവാന്റെ നേരെ മുമ്പിൽ വളരെ ചീത്തയായിട്ടുള്ളൊരു സാധനം കിടക്കണു, ചീഞ്ഞതോ അല്ലെങ്കിൽ ദുർഗന്ധമുള്ളതോ അല്ലെങ്കിൽ കാണാൻ പറ്റാത്തതോ. അതിനെ കണ്ടുവച്ചാൽ നമ്മൾ എന്താ ചെയ്യുക? ആദ്യം അതിനെ എടുത്ത് അവിടെ മുഴുവൻ വൃത്തിയാക്കി പരിചര്യ ചെയ്തതിൻ്റെ ശേഷം അവിടെയൊക്കെ ശുദ്ധിയാക്കിയതിൻ്റെ ശേഷം ആ ബിംബത്തെ പ്രദക്ഷിണം വെച്ച് നമ്മൾ നമസ്കരിക്കുകയും ചെയ്യും, വന്ദിക്കുകയും ചെയ്യും. അപ്പോൾ പരിചര്യ രണ്ടും പരിചര്യ തന്നെയാണ്. തൊഴിലും പരിചര്യയാണ്, ഈ സേവനവും പരിചര്യമാണ്. ഭഗവാന്റെ ബിംബത്തിൽ അശണ്ട എന്തെങ്കിലും കണ്ടുവയ്ക്കുക, അതായത് അതിനെ കുറച്ച് പൊടിയോ അല്ലെങ്കിൽ ഒരു ഉണങ്ങിയ ഇലയോ മറ്റേ കണ്ടുവച്ചാൽ, തുളസിപ്പൂവ് അത് നല്ലോണം ഉണങ്ങി വല്ലാത്തൊരു ചെമ്പരത്തിപ്പൂവിൻ്റെ കണ്ടുവച്ചാൽ നമ്മളതിനെ നല്ലോണം കഴുകണം. എന്നിട്ടാണ് പിന്നെ പൂജയും കാര്യങ്ങളൊക്കെ ചെയ്യുക. അപ്പോൾ അതിൻ്റെ കാര്യം എന്താ? പരിചര്യമാണ്. രണ്ടും ഒരേപോലെ. ഇളനീരഭിഷേകം ചെയ്തു, അപ്പോൾ ഇളനീരിൻ്റെ ആ കഷ്ണം അത് എങ്ങനെയോ തലേ ദിവസം കഴുകാനിട്ടല്ല, പക്ഷെ പറ്റിപ്പോയി. പാഞ്ചാലിയുടെ അക്ഷയപാത്രത്തിൽ ചീര പറ്റി പിടിച്ച പോലെ ഇത് അറിഞ്ഞില്ല. അവിടെ ഇവിടെയൊക്കെ ഗ്യാപ്പുകളുണ്ടല്ലോ, ഈ കയ്യിൻ്റെ ഇടയിലും മറ്റേ ബിംബം ശരിയായി കൊത്തുമ്പോൾ അങ്ങനെയാണല്ലോ, അവിടെ ഇവിടെയൊക്കെ ഗ്യാപ്പുകൾ കാണും. ആഭരണങ്ങളൊക്കെ ഇടയ്ക്കാൻ പലതിലും കാണാം ഗ്യാപ്പുകൾ. ആ ഗ്യാപ്പിൻ്റെ ഉള്ളിൽ ചിലപ്പോൾ നമ്മുടെ കൈ എത്തൂല. അപ്പോൾ അവിടെ അങ്ങനെ ഇരിക്കുന്നത് പിറ്റേ ദിവസം കണ്ണിൽ പെട്ടു വെച്ചാൽ നമ്മളെന്താ ചെയ്യുക? അതിനെ കൂടുതൽ നന്നായിട്ട് വാഷ് ചെയ്യും. എങ്ങനെ കഴുകാൻ പറ്റിച്ചാൽ അങ്ങനെ കഴുകും. പക്ഷെ ആ അഭിഷേകത്തിന് അതിൻ്റേതായിട്ടുള്ള അധിക ഫലമുണ്ട് എന്ന് സാരം. അതാണ് പരിചര്യ. ഇന്ദ്രനാണ് അത് ചെയ്യേണ്ടത്. അതേപോലെ മനസ്സ്, ചന്ദ്രൻ, ഇത് ചെയ്യാനുള്ളൊരു മനസ്സ് വരണ്ടേ? എന്തെല്ലാം മനസ്സിലപ്പം എന്തെല്ലാം വികാരങ്ങൾ വേണം? ആ ബിംബം ഞാൻ തന്നെയാണ്, അത് എനിക്ക് അനുഗ്രഹം തരാനുള്ള ഭഗവാനാണ്. അത് പുറമേക്ക് വരും. അതിൻ്റെ ഗന്ധം അങ്ങനെ ഇരുന്നു, അത് മറ്റേ കുറച്ച് വീണ്ടും അഭിഷേകം ചെയ്യുമ്പോൾ നനയും. അപ്പോൾ അത് ചീഞ്ഞു കഴിഞ്ഞാൽ ദുർഗന്ധം വരും. ഇളനീരിൻ്റെയൊക്കെ ദുർഗന്ധം കുറച്ച് അധികം, പാലിൻ്റെ പാട ഒക്കെ ചീഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ ദുർഗന്ധം കുറച്ച് അധികം വരും, ഒരു സുഖമില്ല ഗന്ധം. അപ്പോൾ അത് പുറമേക്ക് വരും. അതിനെ നമ്മൾ മറ്റുള്ളവർ എങ്ങനെ കണക്കാക്കും എന്നുള്ളത് നമ്മൾ കണക്കാക്കി മനസ്സെവിടെ എത്തി? അപ്പോൾ അത്ര നിസ്സാരമായിട്ട് കണക്കാക്കരുത്. നമ്മളെല്ലാ കാര്യങ്ങളും ചിന്ത ചെയ്യണം. അത് ചിന്ത ചെയ്യാത്തതുകൊണ്ടാണ് നമ്മളൊക്കെ പല ക്ഷേത്രങ്ങളിലൊക്കെ പോയി കഴിഞ്ഞാൽ ശ്രീലാകത്തേക്ക് കയറേണ്ടി വന്നു എങ്കിൽ അവിടെ മുട്ടുശാന്തിക്കാർക്ക് വേഗം മനസ്സിലാവും അവിടുത്തെ ശാന്തിക്കാരൻ എങ്ങനെയാണെന്നുള്ളത്. അതാത് ദിവസങ്ങളിലെ ശ്രദ്ധയോട് കൂടിയിട്ട് അത് വൃത്തിയാക്കുകയാണെങ്കിൽ അതിൻ്റെ ഫലം വേറെയാണ്. അപ്പോൾ മനസ്സ് പലതരത്തിലാണ്. ഇനി അതിൻ്റെ കൂടുതലുണ്ട്. അനുഗ്രഹങ്ങൾ തരുന്നതായിട്ട് പലതുണ്ട്. നമ്മൾ ആഗ്രഹങ്ങളൊക്കെ സാധിപ്പിക്കുന്ന ആ രീതിയിൽ ഭഗവാനെ മാത്രമല്ല, നമുക്ക് ലൗകികമായിട്ടും പലതും ഇല്ലേ. പിന്നെ യമൻ പുരികം ആയിട്ടാണ് മരണം. ഭഗവാനെ സംബന്ധിച്ച് പറയുമ്പോൾ പുരികം എന്നുള്ളത് രണ്ടും പറയാറുണ്ട്, സൃഷ്ടിക്കും അതുപോലെ സംഹാരത്തിനും. അതാണ്. പക്ഷേ യമനായിട്ടാണ് പറയുക പുരികം. ലജ്ജ, മേൽച്ചുണ്ട്, തെറ്റ് ചെയ്യാതിരിക്കാനുള്ള ഒരു ഭാവമാണ് ലജ്ജ. ലോഭം എന്നുള്ളത് കീഴ്ച്ചുണ്ട്, എത്ര കിട്ടിയാലും പോരാ എന്നുള്ളത്. നിലാവ് ആയിട്ടാണ് പല്ലിനെ പറയണത്. പല്ലും നഖവും ഭഗവാന്റെ ഒരു കണ്ണ്, ഇടത്തെ കണ്ണായിട്ടുള്ള അതിൽ നിന്ന് ഈ ശീതള രശ്മികൾ പൗർണമി ദിവസം എങ്ങനെയാണോ ഭൂമിയിലേക്ക് പതിക്കുന്നത് അതേപോലെ, അതും പ്രത്യേകിച്ച് ശരത്കാലത്തെ പോലെ. അപ്പോൾ അതിന് കുറച്ചുകൂടി അധികം, മഞ്ഞുകാലം ശരത്കാലം എന്ന് പറയുമ്പോൾ അതിന് കുറച്ചധികം ശീതളിമയുണ്ട്, നല്ല സുഖമാണ്. അത്
നഖായാലും പല്ലായാലും അതേപോലെ തന്നെയാണ് വരിക. അതേപോലെ പുഞ്ചിരി എന്നുള്ളത് പല്ല് കാട്ടിച്ചിരിച്ചാലും പല്ല് കാണിക്കാതെ ചിരിച്ചാലും ചുണ്ട് ഒന്ന് വികാസം വന്നു കഴിഞ്ഞാൽ നമ്മളറിയാതെ കണ്ട് തന്നെ ഭഗവാൻ തൃപ്തനാണ്. അല്ലെങ്കിൽ ഇപ്പോൾ നമ്മൾ മറ്റൊരാളെ കാണുകയാണ്, ആ ആള് തൃപ്തനാണ്, അതുകൊണ്ടല്ലേ ചിരിച്ചത്. അതേപോലെ തന്നെ അത് കളിയാക്കി ചിരിക്കുകയാണെങ്കിലോ ചുണ്ടിൻ്റെ കോടൽ ലേശം വ്യത്യാസം. അപ്പം നമുക്കറിയില്ല. മായപ്പുഞ്ചിരിയിൽ പെടാത്തതായിട്ട് ഒന്നുമില്ല. അതുകൊണ്ട് അതിനെ മായപ്പുഞ്ചിരി എന്ന് പറഞ്ഞു. കാരുണ്യ നോട്ടവും മായപ്പുഞ്ചിരിയാണ് ഏറ്റവും പ്രധാനം. പിന്നെ സസ്യജാലങ്ങൾ രോമങ്ങളായിട്ടാണ് പറഞ്ഞത്. അതിൻ്റെ സയൻറ്റിഫിക്കായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ചിന്തിച്ച് കഴിഞ്ഞാൽ അത് രണ്ടും വളരെ പൂരകങ്ങളാണ് എന്ന് മനസ്സിലാവും. നമുക്കത് പറയാറില്ല എന്ന് മാത്രമേ ഉള്ളൂ. നമ്മൾ സസ്യജാലത്തിൽ നിന്നും ആഹാരമായിട്ട് സ്വീകരിക്കണു. പിന്നെ മേഘം തലമുടിയായിട്ട് പറയപ്പെട്ടു. മനുഷ്യ ശരീരത്തിൻ്റെ അതേപോലെ തന്നെ അതിനെ സുന്ദരമാക്കി തീർത്തു, അതിനെ ഉപയുക്തമാക്കി തീർത്തു, അതിനെ ആകർഷകമാക്കി തീർത്തു, അതിനെ വലുതാക്കി തീർത്തു. ഇങ്ങനെ അതിൻ്റെ ഒരു മേന്മയെ കൂടുതൽ കണ്ടതുകൊണ്ട്, അല്ലെങ്കിൽ അണോരണിയാൻ മഹതോ മഹിയാൻ, ഏറ്റവും വലുത് എന്നുള്ള അർത്ഥത്തിൽ അതിനെ കണ്ടപ്പോൾ അത് വിരാട് രൂപമായി. നദി ഞരമ്പുകളാണ്, അസ്ഥി പർവ്വതങ്ങൾ, അങ്ങനെയാണല്ലോ. അങ്ങനെ ഓരോന്നും എടുത്താലും ഒക്കെ ഭഗവാന്റെ രൂപങ്ങളാണ്. ജലം അത് രേതസ്സായിട്ട് പറയണു. അതേപോലെ തന്നെയാണ് ഈ രക്തം ആയാലും എന്ന് സാരം, അതാണ്. ഇങ്ങനെ ജ്യോതിർമയ ജീവ ചൈതന്യമായിട്ടുള്ള ഈ ഭഗവാന്റെ ഈ പ്രപഞ്ചത്തിൻ്റെ വിരാട് രൂപം എന്ന നിലയ്ക്ക് കാണിക്കുന്ന അത് പത്മരാഗം എന്ന കൗസ്തുഭം കൊണ്ട് കണ്ഠത്തിൽ തന്നെ അലങ്കൃതമായിരിക്കുന്നു എന്നാണ്. സ്വയം പ്രകാശിത വസ്തുവായിട്ടുള്ള രത്നം ആണ് കൗസ്തുഭം എന്ന മൂല്യം ഇത്ര എന്ന് നിശ്ചയിക്കാൻ പറ്റാത്തതായിട്ടുള്ള പത്മരാഗം എന്ന രത്നം. അതിൻ്റെ വില കണക്കാക്കണ്ട. മാർക്കറ്റിലെ വിലയും മറ്റേ അതിൻ്റെ മൂല്യം തമ്മിൽ വ്യത്യാസമുണ്ട്. അത് എന്തൊക്കെ ആ രത്നത്തിൽ ചെയ്യാൻ പറ്റുന്നുള്ളത് അറിയില്ല. അത് അതിൻ്റെ ഗവേഷകർക്ക് അതറിയുള്ളൂ. അതിൽ നിന്നും വ്യാപിച്ചതായിട്ടുള്ള ഈ തേജസ്, ഈ പ്രഭ, അത് സൗഖ്യത്തിനു കാരണമാകുന്നു. അതേപോലെ തന്നെ ഭൃഗുവിൻ്റെ പാദം പറിച്ചതായിട്ടുള്ള ശ്രീവത്സം എന്ന വക്ഷസില മറുക്, എല്ലാവരെക്കാട്ടിലും താഴെയാവണം നാം എന്നുള്ളത് കാണിക്കാൻ വേണ്ടി ഭഗവാന്റെ ഒരു കുസൃതിയാണ്. ഭൃഗുവിൻ്റെ പാദത്തെ ഭഗവാൻ വക്ഷസിൽ തന്നെ സ്വീകരിച്ച് എല്ലാവർക്കും കാണിച്ചു കൊടുത്തത്. അതിപ്പോൾ ഭൃഗുവിൻ്റെ കൈ കൊണ്ടാണ് അടിച്ചു വെച്ചാൽ അപ്പോൾ കൈയല്ലേ ഇവിടെ വരിക. അപ്പോൾ ആയുധപ്രയോഗം നടത്തി വെച്ചാലോ പറയാൻ പറ്റില്ല. ഇവർക്ക് മാല കൊണ്ട് അടിച്ചു എന്നൊക്കെ ആയാൽ നമുക്ക് പറയാൻ പറ്റില്ല. പലതും ഉണ്ടപ്പോൾ. അപ്പോൾ അതുകൊണ്ട് ഇത് ഭഗവാൻ കരുതി കൂട്ടിയിട്ട് ചെയ്യുന്ന കുസൃതികളാണ്. പാലാഴിയിൽ പൊന്തി വന്ന പാലാഴി പൊന്തി വന്ന ഈ കൗസ്തുഭത്തിനെ സ്വീകരിച്ചതും സാത്വികമൂർത്തി ആരാണെന്ന് സരസ്വതി തീരത്ത് വെച്ചിട്ട് പരീക്ഷണം ചെയ്തപ്പോൾ അത് ഭൃഗു ഇപ്രകാരത്തിൽ പാദം തന്നെ വക്ഷസിൽ വെച്ചതും മനസ്സിലെപ്പോഴും ബ്രാഹ്മണരുടെ പാദമാണ് എന്ന് ഭഗവാൻ പോലും നമുക്ക് കാണിച്ചു തരാണ്. നമുക്ക് ഒട്ടും ഇല്ലാത്തതാണ് ഈ ബ്രാഹ്മണ ഭക്തി. അപ്പോൾ ആ ബ്രാഹ്മണ ഭക്തിക്ക് അത്രയും പ്രാധാന്യമുണ്ട്. ബ്രാഹ്മണൻ എന്നുള്ളത് പൊണ്ണുലിട്ട ഒരു നമ്പൂരി എന്നുള്ള നിലയ്ക്കല്ല. ബ്രഹ്മത്തെ അറിയാൻ ശ്രമിക്കുന്നവൻ, ബ്രഹ്മത്തിലേക്ക് എത്താൻ ശ്രമിക്കുന്നവൻ, ബ്രഹ്മജ്ഞാനി തു ബ്രാഹ്മണ. അപ്പോൾ നല്ലോണം അറിയണം, ഈശ്വരനെ പറ്റി നല്ലോണം അറിയുന്ന ഒരാളാണ് ബ്രാഹ്മണൻ. ആ ബ്രാഹ്മണന്റെ പാദം തന്നെയാണ് ഈ വക്ഷസിൽ വേണ്ടത്. അത് ഹൃദയത്തിൽ മാത്രം പോരാ, പുറമേക്ക് കാണുക തന്നെ വേണം. എനിക്ക് ഈ ഭക്തി ഉണ്ട് എന്നുള്ളത് പ്രകടിപ്പിക്കണം, നമസ്കരിക്കണം. കുട്ടികളെ കൊണ്ട് അച്ഛനമ്മമാരെ, ഗുരുക്കന്മാരെ നമസ്കരിപ്പിക്കാൻ പഠിപ്പിക്കണം. ഒന്ന് കാല് തൊട്ട് വന്ദിക്കെങ്കിലും നമസ്കരിക്കണമെന്ന് വിരോധമൊന്നുമില്ല. അതങ്ങനെ തന്നെ വേണം. എന്താ അപ്പോൾ അതുകൊണ്ട് കുഴപ്പം? ആ നടുറോട്ടിൽ മറ്റുള്ളവരെ ബുദ്ധിമുട്ടിക്കാൻ വേണ്ടിയിട്ട് ചെയ്യും വേണ്ട. അതിൻ്റെ അന്തരീക്ഷം ഉണ്ടെങ്കിൽ അത് ചെയ്യുക തന്നെ വേണം. ഒന്ന് കൈകൂപ്പുക,
കാലൊന്ന് തൊടുക, നെറുകയിൽ വയ്ക്കുക, അതൊക്കെ ശീലമാക്കണം. അതേപോലെ സത്വരജ സമോ ഗുണം, അതാണ് വനമാലയും പൂണുനൂലും. ബ്രഹ്മാവിഷ്ണു മഹേശ്വരന്മാരാണ് പൂണുനൂല്. അത് സത്വരജ സമോ ഗുണങ്ങളുടെ മൂർത്തിമത് ഭാവമാണ്. വനമാല എന്നുള്ളത് 6 ഋതുക്കളിൽ പെട്ടതായിട്ടുള്ള പൂക്കൾ ചേർത്ത് വെച്ചിട്ട് ഉണ്ടാക്കണ തലമുടി മുതൽ തൃപ്പാദം വരെ വലയം ചെയ്യുന്നതായിട്ടുള്ള രീതിയിലാണ് വനമാല. ഉണ്ടമാലയായിട്ടാണ്. അപ്പം അതിൻ്റെ സാരം ഇതാണ്. അത് മുഴുവൻ ഈ ത്രിഗുണങ്ങൾ മുഴുവൻ, പ്രകൃതിയിൽപ്പെട്ടത് മുഴുവൻ അതിലുണ്ട് വനമാലയിൽ. അതാണ് ഒരു പൂർണ്ണതയാണ്. അത് ഭഗവാനാൽ വലയം ചെയ്യപ്പെട്ടിരിക്കുന്നു. ഭഗവാൻ തരുന്നതായിട്ടുള്ള വസ്തുക്കളെ കൊണ്ട്, അതും സർവവ്യാപിത്വം എന്ന ഈ പൂവിൻ്റെ പ്രത്യേകത അതാണ്. ആകാശത്തിൻ്റെ പ്രതീകമാണ്. അതുകൊണ്ട് വലയം ചെയ്യപ്പെട്ടിരിക്കുന്നു എന്ന് വെച്ചാൽ ഇത് മുഴുവൻ തൻ്റെ കൺട്രോളിലാണ്. ഇതാണ് വനമാലയുടെ സങ്കല്പം. അതേപോലെ മഞ്ഞപ്പട്ട് 7 ഛന്ദസ്സോട് കൂടിയതായിട്ടുള്ള വേദമാണ് എന്നാണ് പറയണത്. ഗായത്രി, ഉഷ്ണിക, അനുഷ്ടുപ്പ്, ബൃഹതി, പങ്ക്തി, ജഗതി, ഇങ്ങനെയുള്ള 7 ഛന്ദസ്സുകൾ മുഴുവൻ ഉൾപ്പെട്ടതായിട്ടുള്ള വേദം. ആ വേദം മുഴുവനാണ് ഈ മഞ്ഞപ്പട്ടിൻ്റെ പ്രതീകം. മഞ്ഞപ്പട്ടിലൂടെ വേണം, മഞ്ഞ നിറത്തിലൂടെ, അതായത് ഈ വേദത്തിലൂടെ വേണം അങ്ങോട്ട് കടക്കാനായിട്ട്. അറിവിലൂടെ അല്ലാതെ കണ്ട് അങ്ങോട്ട് കടക്കാൻ സാധിക്കില്ല. ഭക്തന് അറിവ് ഭഗവാൻ കൊടുക്കുന്നു മാത്രമേ ഉള്ളൂ. അങ്ങനെ ആ ഉ മ എന്ന ശബ്ദബ്രഹ്മത്തിൻ്റെ, ഓങ്കാരത്തിൻ്റെ മൂലരൂപങ്ങളായിട്ടുള്ള 3 വർണ്ണങ്ങൾ ബ്രഹ്മാവിഷ്ണു മഹേശ്വരന്മാരായിട്ട് പൂണുനൂലായിട്ടും ഭഗവാൻ കാണിക്കുന്നു. ഭയം തീർക്കുന്നതായിട്ടുള്ള ഈ ബ്രഹ്മലോകത്തെ, സത്യലോകത്തെ കിരീടത്തിലൂടെ കാണിക്കുന്നു. അവ്യാകൃതം എന്ന പ്രകൃതിയാണ് അഹം എന്ന ആദിശേഷൻ ഭഗവാന്റെ കിടക്കയായിട്ട് അല്ലെങ്കിൽ ഇരിപ്പിടമായിട്ട് കാണുന്നത്. അതേ ഇരിപ്പിടം തന്നെയാണ് ഈ ഭണങ്ങളെ ഉയർത്തി നിർത്തിക്കൊണ്ട്, വെൺകൊറ്റക്കുടയ്ക്കും മീതെയാണ് ഭഗവാന്റെ ഈ അനന്തൻ്റെ തല, ശിരസ് നിൽക്കുക. ഇപ്പോൾ ലേശം പിന്നാക്കം മാറി, അങ്ങനെയാണ് കാണുക. അപ്പോൾ നമ്മൾ സർപ്പം എന്നുള്ള നിലയ്ക്ക് നമ്മൾ അതിൻ്റെ ഒരു അർത്ഥമെടുക്കാറും കർമ്മം എന്നാണ്. കർമ്മമാണ് നമ്മളെ ഇവിടേക്ക് എത്തിക്കുന്നത്, നമ്മളെ നയിക്കുന്നത്. ഭഗവാൻ ജനിച്ചിട്ട് പുറത്തേക്ക് പോയത്, അമ്പാടിയിലേക്ക് പോണ സമയത്ത് പിന്നാലെ അനന്തനും വന്നായിരുന്നു. അനന്തൻ്റെ പ്രകാശം കൊണ്ടാണ് അങ്ങോട്ട് കടക്കാൻ സാധിച്ചത്. ജലത്തെ വഴിമാറ്റിക്കൊണ്ടാണ്, കാളിന്തിയിൽ വഴിമാറ്റിക്കൊണ്ടാണ് അങ്ങോട്ട് കടന്നത്. മഴയുണ്ടായിരുന്നു. അങ്ങോട്ടെത്തി ദീപം കണ്ടു, ശബ്ദത്തെ കേട്ടു, ഞരക്കം കേട്ടു എന്നാണ്. അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ അമ്മയും കുഞ്ഞും കിടക്കുന്നത് കണ്ടു. അമ്മ ഉറങ്ങിക്കിടക്കുന്നു, മകൾ ഉണർന്നു കിടക്കുന്നു. മകനെ അങ്ങോട്ട് മാറ്റി മകളെ എടുത്തു. തിരിച്ച് അതേപോലെ ഇങ്ങോട്ട് വന്നു, വീണ്ടും കാരാഗ്രഹത്തിലായി. ഇതിന് വലിയ തത്വങ്ങളുണ്ട് എന്ന് ആചാര്യന്മാർ പറയാറുണ്ട്. നമ്മളിപ്പോൾ കുട്ടിയെ മാറ്റി എന്നൊക്കെയാണല്ലോ. ദേവിഭാഗവത പ്രകാരം പേടിച്ചിട്ടല്ലേ അങ്ങോട്ട് പോയത്. കർമ്മമാണ് നമ്മളെ നയിക്കുന്നത് എന്നാണ്. യഥാർത്ഥത്തിൽ നല്ല കർമ്മമാണ് ചെയ്യുന്നത് എങ്കിൽ, നല്ല കർമ്മങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ സ്വർഗസുഖം ഉറപ്പാണ്. അപ്പോൾ നമ്മൾക്ക് മണ്ണിനെ ജയിക്കാൻ പറ്റും, മഴയെ ജയിക്കാൻ പറ്റും, ഇരുട്ടിനെ ജയിക്കാൻ സാധിക്കും. എന്നുവെച്ചാൽ വെള്ളത്തിനെ ജയിക്കാൻ സാധിക്കും, അഗ്നിയെ ജയിക്കാൻ സാധിക്കും. അവിടെ ചെന്നാൽ കിട്ടുക മായയാണ്. മായയാണ് നന്ദജ. മായിക ലോകമാണ് സ്വർഗം. പിന്നെ കർമ്മം നമ്മൾ ഉപേക്ഷിക്കുക. കർമ്മം നമ്മുടെ പിന്നാലെ ഉണ്ടെന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം കൂടി ഇല്ല എന്നുള്ളതാണ്. എന്നിട്ട് വീണ്ടും ഈ ബന്ധനത്തിൽ പെടുകയാണ്. നമ്മൾ ചെയ്ത കർമ്മത്തിൽ സ്വതേ ഭഗവാൻ കൂടെ ഉണ്ടായിട്ടും ഭഗവാനിലേക്കാണ് എത്തേണ്ടത്. നമ്മളെത്തിയില്ല, മറിച്ച് നമ്മൾ ആ മായയിൽ പെട്ട് വീണ്ടും ബന്ധനത്തിൽ പെട്ടുപോയി.
നമ്മൾ ചെയ്ത കർമ്മം ഭഗവാൻ കൂടെ ഉണ്ടായിട്ട് പിന്നെ ആ ഭഗവാന്റെ മുഴുവൻ അനുഭവിച്ചതാരാ? അവിടെയുള്ള നന്ദ യശോദമാരാണ്. നന്ദൻ ആരാ? നന്ദൻ നന്ദിക്കുന്നവൻ, ആനന്ദിക്കുന്നവൻ, നന്ദിപ്പിക്കുന്നവൻ കൃഷ്ണൻ. യശസ്സിനെ ദാനം ചെയ്യുന്ന ഭാവം യശോദ. ഭഗവാനെ പരിപാലിച്ചതുകൊണ്ട് യശസ്സിനെ എല്ലാവർക്കുമായിട്ട്, കൃഷ്ണൻ്റെ യശസ്സിനെ എല്ലാവർക്കുമായിട്ട് കൊടുത്തു. കൃഷ്ണൻ്റെ യശസ് നമുക്ക് കിട്ടിക്കഴിഞ്ഞാൽ, കൃഷ്ണൻ ചെയ്ത ലീലകളെ നമ്മൾ സ്മരിച്ചു കഴിഞ്ഞാൽ, അതാണ് കൃഷ്ണൻ്റെ യശസ്. നമ്മളത് സ്മരിച്ചു കഴിഞ്ഞാൽ മുക്തിയാണ് ഫലം. യശോദ 3-ാമത്തെ വയസ്സിൽ ദാമോദര ലീല കഴിഞ്ഞോട് കൂടിയിട്ട് മുക്തയായി തീർന്നു. പിന്നെ ജീവൻ മുക്താവസ്ഥയിലാണ്. പ്രപഞ്ചത്തിൽ യാതൊന്നും അറിഞ്ഞിട്ടില്ല. കഥ പറയുമ്പോൾ നമ്മൾ യശോദ പിന്നെ കിടപ്പിലായിരുന്നു എന്നാണ് പറയാറ്. കുറേ കാലം ഭഗവാന്റെ കല്യാണത്തിനും കൂടി വന്നിട്ടില്ല, വരണ്ട, ക്ഷണിക്കണ്ട എന്ന് പറഞ്ഞു എന്നാണ്. യശോദ കിടപ്പിലാണ്. എന്താ കിടപ്പ്? ജീവൻ മുക്താവസ്ഥയിലാണ്. ഭഗവാന്റെ പ്രേരണ കൊണ്ട് ഭഗവാന്റെ ഉദരത്തിലാണ് കെട്ടിയത് എന്നാ കണക്കേ. ഭഗവാന്റെ ഉദരത്തിലല്ല കെട്ടിയത്, ഭഗവാനെ സ്വന്തം ഉദരത്തിലാണ് കെട്ടിയത്. അത് വളരെയുണ്ട്, അതിൻ്റെ പ്രാധാന്യങ്ങൾ കുറച്ചധികം ഉണ്ട്. അപ്പോൾ ഏത് തരത്തിലാണോ നമ്മൾ ഭഗവാനെ സ്വീകരിക്കുന്നത് ആ തരത്തിൽ അതിൻ്റെ റിട്ടേൺ കിട്ടും. ആ റിട്ടേൺ ആണ് യശോദയ്ക്ക് ജീവൻ മുക്ത അവസ്ഥ കിട്ടിയത്. നന്ദഗോപർക്ക് യാതൊരു പരാതിയുമില്ല. സ്വന്തമാക്കി വെക്കണ്ട എന്നാണ്. എല്ലാവർക്കുമായിട്ട് തുറന്നു വിടൂ. നന്ദഗോപരാണ് തുറന്നു വിട്ടത് കൃഷ്ണനെ, കെട്ടിൽ നിന്ന് അഴിച്ചു വിട്ടത്. പക്ഷെ യശോദ സ്വന്തമായിട്ട് തന്നെ കണക്കാക്കി. അതിന് അർഹതയുണ്ട്. അതുകൊണ്ട് കൃഷ്ണൻ അതിനെ അനുവദിച്ചു കൊടുക്കുകയും ചെയ്തു. എന്നിൽ നിന്ന് മറ്റൊന്ന് ഇനി അന്യമായിട്ട് ഒന്നുമില്ല കേട്ടോ അമ്മേ എന്ന് ദാമോദര ലീലയോട് കൂടിയിട്ട് ആ അമ്മയുടെ ഉള്ളിൽ അങ്ങോട്ട് തോന്നിച്ചു. പിന്നെ ദാമോദരനെ വിട്ടത് പ്രഭാസ തീർത്ഥത്തിൽ 85-ാമത്തെ വയസ്സിൽ ആ വട്ടമേശ സമ്മേളനത്തിൽ വെച്ചിട്ടാ. അമ്മ ഇനി ദേഹബന്ധം വിട്ടോളൂ കേട്ടോ. പിന്നെ അമ്മയ്ക്ക് കൃഷ്ണൻ എന്നോ ഞാനെന്നോ അല്ലെങ്കിൽ ഈ വെയ്യായികണ്ടെന്നോ ഇതൊന്നും പിന്നെ ബോധമില്ല. പിന്നെ സാധാരണ പോലെ ആയിപ്പോയി. അമ്മയുടെ വെയ്യായും മരുന്നൊന്നും കഴിച്ചിട്ടല്ല, തന്നെ മാറി. അതാണ്. അപ്പോൾ ഇത് നല്ലവണ്ണം മനസ്സിലാക്കിയാൽ മാത്രമാണ് ഈ അവ്യാകൃതമായിട്ടുള്ള പ്രകൃതിയെ, പ്രകൃതി അംശമായിട്ടുള്ള അതിനെ ഞാൻ ഏറ്റെടുക്കുക. ഞാൻ ആദ്യം ഏറ്റെടുക്കുക എന്താ? എൻ്റെ ദേഹത്തെ ഞാൻ ഏറ്റെടുക്കുക. പിന്നെ ദേഹവുമായി ബന്ധപ്പെട്ടതിനെയാണ് ഞാൻ ഏറ്റെടുക്കുക. അപ്പോൾ അത് മുഴുവനെ ഒഴിവാക്കാൻ സാധിക്കും. ശരിക്കും ഭാഗവതം ഉള്ളിൽ കിട്ടിയാലേ. തരാവണ്ടേ നമുക്ക് എളുപ്പമല്ല. അതേപോലെ ധർമ്മജ്ഞാന സാത്വികാദി ഭാവങ്ങളാണ് നാഭിയിലെ താമരയിലെ സ്ഥാനം എന്ന നിലയ്ക്ക് നമുക്ക് കാണിച്ചു തരുന്നത്. അവിടെ താമര എന്ന് പറഞ്ഞാൽ തന്നെ ഏറ്റവും ശുദ്ധമാണ്. പൂക്കളിൽ വെച്ചിട്ട് ഏറ്റവും ഉത്തമമായിട്ടുള്ള പൂവാണ് താമര. തുളസിയുടെ സ്ഥാനം മറ്റൊന്നാണ്, തെച്ചിയുടെ സ്ഥാനം വേറൊന്നാണ്. എല്ലാ പാപങ്ങളെയും ദുരിതങ്ങളെയും ഞാനിതാ അവിടത്തേക്ക് സമർപ്പിക്കുന്നു എന്ന് പറഞ്ഞാണ് തെച്ചിപ്പൂവ് ത്രിഷ്ടൊപ്പ് മന്ത്രം ജപിച്ചുകൊണ്ട് ജാതവേദസ്സായിട്ടുള്ള ഈ അഗ്നിയിൽ എൻ്റെ മഹാപാപങ്ങളെ മുഴുവൻ ദഹിപ്പിച്ച് തരയണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് തെച്ചിപ്പൂവാണ് നമ്മൾ ഹോമിക്കാറ്. അത് നെയ്യിൽ മുക്കിയിട്ട്. അതിൻ്റെ ഫലം വളരെ കൂടുതലാണ്. സാമാന്യേനയുള്ള എല്ലാ ദുരിതങ്ങളും അതുകൊണ്ട് തീരും. ഒരു 1008 മന്ത്രം തെച്ചിപ്പൂവ് നെയ്യിൽ മുക്കിയിട്ട് ഹോമിച്ചു കഴിഞ്ഞാൽ വളരെയധികം പ്രാധാന്യമുണ്ട്, വളരെയധികം ഫലമുണ്ട്. അത് ഒപ്പം ഇരിക്കണം, ഈ ആവശ്യക്കാരനൊപ്പം ഇരിക്കണം. അല്ലെങ്കിൽ ചെയ്യണയാൾ അതിൻ്റെ മുഴുവൻ, അതിൻ്റെ ചില മണങ്ങളൊക്കെ ഉണ്ട്. അപ്പം അത് മുഴുവൻ കിട്ടും. അപ്പം അങ്ങനെയുള്ള ഈ താമര അത് ശുദ്ധ സത്വത്തിലേക്ക് എത്തിക്കും. ധാർമ്മികമായിട്ടുള്ള കർമ്മങ്ങളെ ചെയ്തുകൊണ്ട് ജ്ഞാനം നേടലാകുന്ന കർമ്മവും ആ ധാർമ്മികമായിട്ടുള്ള കർമ്മമാണ്.
അപ്പം അങ്ങനെ ജ്ഞാനം നേടിക്കഴിഞ്ഞാൽ എത്തേണ്ട സ്ഥാനമാണ് വൈകുണ്ഠമായിട്ടുള്ള ഭഗവാന്റെ ധാമം, ആ താമര. നമ്മളിപ്പോൾ താമസിക്കുന്നത് ഒരു താമരയിലാണ്. ഭൂമി പ്രപഞ്ചത്തെ തന്നെ താമരയായിട്ടാണ് സങ്കല്പിച്ചത്. അവിടെയാണ് നമ്മൾ എത്താൻ പോണത്. എവിടേക്ക്? താമരക്കണ്ണ്, താമരക്കയ്യ്, താമരമുഖം, താമരക്കാല് ഒക്കെ താമരയാണ്. ഇനി ശത്രുത മുഴുവൻ ഇല്ലാണ്ടേക്കാം. എന്താ ശത്രുത? കാമക്രോധാദി, വിശപ്പ്, ദാഹം തൊട്ട്, ഷഡ്വൈരി, ഷഡൂർമി, ഷഡരി, പഞ്ചേന്ദ്രിയങ്ങൾ ഇവിടെ കൊടുക്കാതിരിക്കാൻ വേണ്ടിയിട്ട്. എന്നാലോ ശരീരബലം, ഇന്ദ്രിയബലം, മനോബലം ഇതെല്ലാം ചേർന്നതായിട്ടുള്ള പ്രാണബലം, അത് കൗമോദകി എന്ന ആ ഗതയാകുന്ന ആയുധം കൊണ്ട് നമ്മളെ ഒരാൾ പ്രഹരിച്ചു എന്ന് കൂട്ടാം. ആ പ്രഹരണ ശക്തി കൊണ്ട് നമുക്ക് കാമോ ക്രോധമോ എന്തെങ്കിലും ഉണ്ടെച്ചാൽ അത് മുഴുവൻ നശിക്കും. കാരണം ഈ അടി കിട്ടും വിചാരിച്ചിട്ടേ, പേടിച്ചിട്ട്. അപ്പം കൗമോദിക എന്നുള്ള ആ ഗത അതാണ്. ശത്രുതകളെ മുഴുവൻ തീർക്കും ഗത. രണ്ടാമതൊരു ജന്മം വേണ്ടാത്ത നിലയ്ക്ക് മുക്തി തരും. നന്ദകം എന്ന വാള്, വിദ്യാധരം എന്ന വാള്, ജ്ഞാനത്തെ തന്നുകൊണ്ട് ആനന്ദിപ്പിക്കുക. സച്ചിദാനന്ദത്തെ തരുന്ന ഭാവമാണ്. അതാണ് കഴുത്തുകെട്ടുക. ഉത്തമാംഗത്തെ ശരീരത്തിൽ നിന്നും വേർപ്പെടുത്തലാണ്. ജ്ഞാനത്തെ സ്വീകരിക്കുന്ന ജീവാത്മാവിനെ പരമാത്മാവിലേക്ക് എത്താൻ വേണ്ട ഈ ശരീരത്തെ ഉപയുക്തമുണ്ടല്ലോ, ഇത് ഉപയുക്തമാണ്. ഇതിനെ ഉപകരണം എന്നാ പറയാം, ചട്ടുകം. അപ്പം ഈ ചട്ടുകമായിട്ടുള്ള ബന്ധത്തെ വേർപ്പെടുത്തലാണ് ജ്ഞാനം ആകുന്ന അസി കൊണ്ട്. ജ്ഞാനാസി മാതായ തരാതി പാരം. അപ്പം ഈ പാരാവാരമാകുന്ന സംസാര സമുദ്രം ഭവാടവിയെ നമുക്ക് മറികടക്കാൻ സാധിക്കും. അതാണ് ജ്ഞാനമാകുന്ന വാളുകൊണ്ട് ശിരച്ഛേദം ചെയ്ത വീണ്ടും ഒരു ശരീരത്തെ വേണ്ട. അത് സുദർശന ചക്രം കൊണ്ടായാൽ കൂടുതലായി ഫലം. ജ്ഞാനമുണ്ടായാലും പോരാ, നല്ല ദർശനം കിട്ടണമെന്നാ. അതിന് ജീവതത്വമായിട്ടുള്ള ജീവന്റെ ആധാരമായിട്ടുള്ള ആ ജലം, അതേപോലെ തന്നെ അതിൽ ഉള്ളതായിട്ടുള്ള ജലതത്വമായിട്ടുള്ള പാഞ്ചജന്യം എന്ന ആ ജ്ഞാനം. പാഞ്ചജന്യം ശംഖ് ആണ്. ആ ശംഖ് ജ്ഞാനത്തിൻ്റെ പ്രതീകമാണ്. ജീവന്റെ തത്വത്തെ പ്രതിനിധാനം ചെയ്യുന്നതാണ്. എല്ലാ ജ്ഞാനവും ഒരുപോലെയല്ല. അപ്പോൾ ആ ജീവന്റെ ജ്ഞാനത്തെ എങ്ങനെയൊക്കെ ജീവഗതി, അതാണ് പാഞ്ചജന്യം തരുന്നത്. പാഞ്ചജന്യവും ജ്ഞാനാണ്, വാളും ജ്ഞാനാണ്. ഇതിലേതാ ജ്ഞാനം എന്ന് ചോദിക്കണ്ട. ജീവതത്വം, ജീവഗതി, അതാണ് പാഞ്ചജന്യം എന്ന ജ്ഞാനം തരുന്നത്. വാള എന്നത് ബ്രഹ്മത്തെ അറിയാവുന്നതായിട്ടുള്ള, ഇപ്പം നമ്മൾ ജീവതത്വത്തെ അറിഞ്ഞു, അതിനെ സുദർശനം കൊണ്ട് മനസ്സിലാക്കിയെങ്കിൽ ഈ ജ്ഞാനമാകുന്ന അസി കൊണ്ട് ജീവന്റെയും ശരീരത്തെയും ബന്ധത്തെ ഇല്ലാണ്ടാക്കി തരും. മുക്തി അതാണ്. അഗ്നിതത്വമായിട്ടുള്ള കാലചക്രം കൊണ്ട് സുദർശനത്തെ ലഭിക്കുകയാണെങ്കിൽ ആകാശതത്വമാകുന്ന ജ്ഞാനതത്വം നന്ദകം എന്ന വിദ്യാധരം എന്ന വാളുകൊണ്ട് നമുക്ക് വീണ്ടും ഒരു ജന്മം വരാത്ത രീതിയിൽ ശരീരവും ജീവനും തമ്മിലുള്ള ബന്ധത്തെ ഇല്ലാണ്ടാക്കും. അതിന് തമസ് എന്ന അജ്ഞാനമാകുന്ന അതിനെ തടുക്കുന്നതായിട്ടുള്ള പരിച, വാളും പരിചി. നമ്മിലേക്ക് പിന്നെ അജ്ഞാനം വരികയേയില്ല. വാളുകൊണ്ട് വധിച്ചു കഴിഞ്ഞാൽ നമ്മൾ വധിക്കപ്പെടല്ലേ ചെയ്യുക എന്നല്ലേ ചോദ്യം. ആ അജ്ഞാനം നമുക്ക് വരില്ല. ഈ പരിചയമുണ്ട്. അതിന് ഓങ്കാരമാകുന്ന വില്ല്, ഓങ്കാരം എന്നുള്ളത് ഉപാസനയാണ്. ഈ ബ്രഹ്മാണ്ടത്തെ മുഴുവൻ ആ രീതിയിൽ കണ്ടുകൊണ്ട് ഉപാസിക്കുക. ബ്രഹ്മാണ്ടത്തിലെ വസ്തുക്കളെ ഉപയോഗിച്ച് ബ്രഹ്മാണ്ടത്തിൻ്റെ അംശമായിട്ടുള്ള ഈ ദേഹത്തിൽ ഇരുന്നു കൊണ്ട് ദേഹത്തിൻ്റെതായിട്ടുള്ള ഉത്തമം എന്നുള്ള നിലയ്ക്ക് മനസ്സ്, അത് മനോബുദ്ധി അഹങ്കാര ചിത്തം കൊണ്ട് ഈ ജ്ഞാനത്തെ മുഴുവൻ പ്രയോജനപ്പെടുത്തിക്കൊണ്ട് ഓങ്കാരമാകുന്ന ആ ശബ്ദബ്രഹ്മത്തെ ധ്യാനിച്ചുകൊണ്ട് ജപിച്ചുകൊണ്ട്
മനസ്സാ വചസാ കർമ്മണ. എണ്ണം പിടിച്ചുകൊണ്ട് വേണം. എണ്ണം പിടിക്കുമ്പോൾ എത്രയെല്ലാം കാര്യങ്ങളാണ് ചിന്തിക്കാനുള്ളതെന്നറിയാം. കയ്യിൻ്റെ വിരലിൽ 3 വിരൽ തുടങ്ങുന്നത് മുതൽ വിരലിൻ്റെ അവസാനം വരെയുള്ള അവിടെ 3 ആണ്. അവിടെ നടുക്കിൽ വരതൊക്കെ കാണാം. 3 വരയായിട്ട് കാണാം. അത് 3 കടന്ന് 4-മത്തേലെത്തുമ്പോൾ ഓങ്കാരം ഭഗവത് തത്വത്തിലേക്ക് എത്തി. അങ്ങനെ 10 വിരലുണ്ട് നമ്മുടെ കയ്യിന്. 14 40. അതിൻ്റെ അടുത്തതാണ് ബ്രഹ്മത്തിലേക്ക് എത്തുക എന്നത് 41-മത്തെ. അതിലൊക്കെ ശാസ്ത്രമുണ്ട്. 41 നെഗറ്റീവ്സിനെ മറികടന്നാലാണ് ഈ ബ്രഹ്മതത്വത്തിലേക്ക് എത്തുക. അപ്പോൾ വില്ലും ഓങ്കാരമാകുന്ന ഈ ശാർങ്കം എന്ന വില്ലും ഈ ഉപാസനയ്ക്ക് നാം ആയുധമായിട്ട് ഭഗവാന്റെ തൃക്കൈയിൽ ഇടത്തെ കയ്യിൽ കാണുന്നു എന്നാണ്. വലത്തെ കയ്യിലാണ് ശരം കാണുക, അത് ജീവനാ. പിന്നിലാണ് ആവനാഴി, കർമ്മങ്ങൾ. അനന്തൻ പിന്നിലാണ് പോയത്, കൃഷ്ണനെ അങ്ങോട്ട് കൊണ്ടാക്കാനും കൃഷ്ണനെ അങ്ങോട്ട് കൊണ്ടുവരാനും. അനന്തൻ്റെ മീതെ ഇരിക്കുമ്പോൾ ഒന്നുകിൽ ഭഗവാന്റെ താഴെയാണ്, ഭഗവാന്റെ പിന്നിലാണ്. അപ്പോൾ ആ ആവനാഴി തൂക്കിയിട്ടിരിക്കുന്നത് പിന്നിലാണ് കർമ്മങ്ങൾ. ഇന്ദ്രിയങ്ങളാകുന്ന പഞ്ചേന്ദ്രിയങ്ങൾ പ്ലസ് മനസ്സാണ് 6. അതിൻ്റെ ഈ സങ്കല്പ വികല്പങ്ങൾ മുഴുവൻ പൂർവജന്മത്തിലുള്ള എന്തൊക്കെയാണോ സ്വീകരിച്ചത് അതിൻ്റെ ഓർമ്മകളാണ്. അതിനെ കാമബാക്കി എന്ന് പറയും. അങ്ങനെ കാമബാക്കികളെ സ്വീകരിച്ചു കൊണ്ടുള്ള ആ ശരങ്ങളെ മുഴുവൻ നമ്മളിങ്ങനെ ഒരു തവണ ഓങ്കാരം ജപിക്കുമ്പോൾ, അതാണ് 108 തവണ 1008 തവണ എന്നൊക്കെ പറയാൻ കാരണം. 1 ബ്രഹ്മം, 8 ആകുന്ന നമ്മുടെ ഈ ദേഹാവസ്ഥ, ഈ 8 കഴിഞ്ഞ് 9ലേക്ക് എത്തണം. അതിൻ്റെ ഇടയ്ക്ക് ശൂന്യമായിട്ട് ധാരാളമുണ്ട്. ആ ശൂന്യം ഒരു ശൂന്യമായാൽ 108ആയി, 2 ശൂന്യമായാൽ 1008ആയി, 3 ശൂന്യമായാൽ 10008ആയി, 4 ശൂന്യമായാൽ 1,08,000ആയി. എത്ര കർമ്മമുള്ളത് നമുക്കറിയില്ല. കർമ്മത്തിൻ്റെ ബാക്കി, കാമത്തിൻ്റെ ബാക്കി, ആഗ്രഹങ്ങൾ, എന്തെല്ലാം ആഗ്രഹങ്ങളുണ്ടാവും. നമ്മൾ വെറുതെ ഇങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഇപ്പോൾ വിചാരിക്കുകയാണ് എനിക്ക് ചായ കുടിക്കാറുന്നു, ആഗ്രഹമായി. അതെ, ഇത് കഴിഞ്ഞാൽ ചായ കുടിക്കുന്നതാണ്. പ്രഭാഷണം കഴിഞ്ഞാൽ ചായ കുടിക്കാൻ പറ്റുമേ. അപ്പോൾ ഇത് ആഗ്രഹമാണ്. അപ്പോൾ ചായ അവിടെ കിട്ടിയിട്ടില്ല വെച്ചാൽ നമ്മുടെ ആഗ്രഹം ഭംഗപ്പെട്ടു. ചായ ഒന്ന് ചായ ഉണ്ടാക്കിയിട്ട് വേണോ കഴിക്കാൻ. അപ്പോൾ ആഗ്രഹ ഭംഗമായി ശാപമായിട്ട് മാറിയെന്നാ. അത്ര നിസ്സാരമാണ്, പക്ഷെ അതിൻ്റെ ഗൗരവം വളരെ കൂടുതലാണ്. മനോരഥം അത് മുഴുവൻ ഈ മനഃശക്തിയോട് കൂടിയിട്ട് ഇച്ഛാജ്ഞാന ക്രിയാശക്തി 3 കൂടി സംയോജിപ്പിച്ചാലേ മനോരഥത്തിൽ യാത്ര ചെയ്യാൻ സാധിക്കുള്ളൂ. അക്രൂരൻ്റെ യാത്ര, അതേപോലെ മധുരയിലേക്ക് എല്ലാവരെയും കൂടിയിട്ട് ഭഗവാൻ മാറ്റിയത്, പലതുമുണ്ട്. മനോരഥയാത്രകൾ പലതുമുണ്ട്. പഞ്ചവിഷയങ്ങൾ തന്മാത്ര എന്ന പുറം ഈ വഴികളുണ്ട്, വഴി റോഡെന്നാ പറയാം. പഞ്ചവിഷയങ്ങൾ ശബ്ദസ്പർശ രൂപരസ ഗന്ധങ്ങൾ എന്നുള്ളത് വഴിയാണ്. അപ്പോൾ ആ വഴിയിലൂടെയാണ് നമ്മൾ എവിടേക്ക് പോവുക. എവിടെയാണോ ലക്ഷ്യം എത്തേണ്ടത് അതിലേക്ക് ഇത് ചവിട്ടിയല്ലാണ്ട് പോകാൻ പറ്റില്ല. ഇതിനെ നമുക്ക് ഓവർടേക്ക് ചെയ്യാൻ സാധിക്കില്ല. അപ്പോൾ അതിനെ ഓവർകം ചെയ്യണം. അതിനെ ഓവർകം ചെയ്ത് കഴിഞ്ഞാൽ എവിടേക്കാണ് എത്തുക? ഭഗവാന്റെ അഭയവരത മുദ്രയിലേക്കാണ് എത്തുക. ആ ഭയമില്ലാത്ത അവസ്ഥയാണ് അഭയം. നമ്മൾ ശരണം എന്ന നിലയ്ക്ക് കണക്കാക്കണം. അതിൻ്റെ അനന്തര ഫലമാണ് ഈ ശരണം എന്ന അവസ്ഥ. ആ ഭയം എന്നുള്ളത് ഭയമില്ലാത്ത അവസ്ഥയിൽ എത്തുമ്പോൾ നമുക്ക് ശരണം എന്ന രീതിയിലെത്തി. വരദം, എന്താ വരം വേണ്ടത്? എനിക്ക് വരം വേണ്ട എന്നാണ് പ്രഹ്ലാദൻ പറഞ്ഞത്. കാരണം വരം എന്നുള്ളത് ഈ ഭൗതികതയുമായിട്ട് ബന്ധപ്പെട്ടതാണ്.
മുക്തിയെ വരമായിട്ട് തരൂ, മുക്തിന് തരാൻ നിവൃത്തിയില്ല എന്ന് പറഞ്ഞു. ജന്മം കൊണ്ട് തന്നെ മുക്തി ആണ്. അപ്പോൾ നമുക്ക് വേണ്ടത് എന്താണ്? ഭയമില്ലാത്ത അവസ്ഥ. ഭയം എന്നുള്ളതിൽ എന്തെല്ലാം കാര്യങ്ങളുണ്ട്. അതുകൊണ്ടാണ് വൈകുണ്ഠം എന്ന് പറയാൻ കാരണം. ദുഃഖം, ഭയം ദുഃഖം ഉണ്ടാക്കില്ലേ? മരണം ആർക്കെങ്കിലും ദുഃഖമല്ലാണ്ട് കണക്കാക്കാറുണ്ടോ? 18 കൊല്ലം വാതായിട്ട് പിടിച്ച് കിടന്നു വെച്ചാൽ അയാൾ മരിച്ചു പോകുമ്പോൾ അപ്പോഴും ദുഃഖമാണത്രേ. ഒന്ന് ആലോചിച്ച് നോക്കൂ. വളരെ ബുദ്ധിമുട്ടിയിട്ടിരിക്കുമ്പോഴും മരിക്കുമ്പോൾ പേടിയാണ്. എന്താ കാരണം അറിയോ? ഈ ശരീരം നന്നായിച്ചാൽ ഇനിയും സുഖങ്ങൾ ബാക്കി ഉണ്ടായിരുന്നു, അത് അനുഭവിക്കാമായിരുന്നല്ലോ എന്ന് ഒന്ന്. പിന്നെ എങ്ങനെയാണാവോ മരിക്കുമ്പോൾ വേദന ഉണ്ടാവുക. ഇപ്പോൾ വേദനകൾ കൂടുതൽ അനുഭവിച്ചു കഴിഞ്ഞു, എന്നാലും ഇതിനേക്കാൾ വലിയ വേദനയാണ് മരണം എന്നുള്ളത്. അതാണ് അപാര വേദനയായിട്ട് മാർക്ക് ചെയ്യപ്പെടുന്നു മരണം. അപ്പം നമ്മൾ എങ്ങനെയാണ് മരിക്കുക? അതാണ് പേടി, അതാണ് മൃത്യുഭയം. നമുക്കൊക്കെ ഉണ്ടത്. എത്ര വലിയ ജ്ഞാനിക്കും മരണഭയം വലിയ ഭയം ഇല്ല എന്ന് പറയുക കൂടുതൽ ഭയം ഉണ്ടെന്ന് അതിൻ്റെ അർത്ഥം. എനിക്കൊരു പേടിയില്ല മരിക്കാനെന്ന് പറയുന്ന ആളെ ഏറ്റവും കൂടുതൽ പേടിക്കുന്ന ആളാ. മറ്റേത് കാപട്യാ പറയണത്. അഭയം, വരദം, ഇങ്ങനെ ധാരാളമായിട്ട് സൂര്യമണ്ഡലം, അഗ്നിമണ്ഡലം, ചന്ദ്രമണ്ഡലം എന്നുള്ള സ്ഥാനത്തേക്ക് ക്രമേണയായിട്ട് ജീവൻ ഉയർന്നു പോകുന്നു, വീണ്ടും തിരിച്ചു വരുന്നു, മനുഷ്യജന്മം സ്വീകരിക്കുന്നു, വീണ്ടും ഉയർന്നു പോകുന്നു. അങ്ങനെ ചാടി താഴത്തേക്കെത്തും, വീണ്ടും ചാടി, അങ്ങനെ കുറേ ചാടി കഴിഞ്ഞാൽ ചിലപ്പോൾ നമുക്ക് ലക്ഷ്യസ്ഥാനത്തേക്ക് എത്താൻ സാധിക്കും. നിരന്തരമായിട്ടുള്ള പ്രാക്ടീസ് കൊണ്ട്. അതിന് അന്ധകരണ ശുദ്ധിക്ക് മന്ത്രദീക്ഷാദികൾ വേണം. പാപം നശിപ്പിക്കാൻ വേണ്ടിയിട്ട് പൂജയാണ് വേണ്ടത്. ഭഗവാന്റെ ഈ ഐശ്വര്യം, വീര്യം, ശ്രീ, യശസ്, ജ്ഞാനവൈരാഗ്യം എന്ന 6 ഭഗങ്ങൾ ഈ താമരയായിട്ടാണ് സങ്കല്പം. അതേപോലെ ധർമ്മം, യശസ് 2 വൻ ചാമരങ്ങളായിട്ട്, അതേപോലെ കാലകർമ്മ ഭയം ഇല്ലാത്തതായിട്ടുള്ള ലോകം വെൺകൊറ്റക്കുടയായിട്ട് അതിനെ വൈകുണ്ഠമായിട്ട് കണക്കാക്കുന്നു. 3 വേദങ്ങൾ ഋക്ക്, യജുസ്, സാമം, അത് വാഹനമായിട്ട് ഗരുഡൻ്റെ ചിറകടിയിൽ, അതാണ് ഊർജമായിട്ട് കണക്കാക്കുക. നമ്മൾ ഈ വേദം പഠിക്കുന്നത്, ഈ അറിവിനെ നേടുന്നത്, അത് ഇന്ധനമായിട്ടാണ് കണക്കാക്കുക. അപ്പോൾ അതിനെ വാഹനം അല്ലെങ്കിൽ വിമാനമാക്കാം, വിരോധമില്ല. കാരണം യാനം എന്നുള്ള നിലയ്ക്ക് ഇന്ധനമാണത്. അതേപോലെ ഭക്തവക്ഷസിൽ സ്ഥിരവാസം ലക്ഷ്മി, ഐശ്വര്യം. അതേപോലെ വിശ്വക്സേനൻ തന്ത്രമൂർത്തിയായിട്ട്, അണിമ മഹിമ തൊട്ടുള്ള 8 സിദ്ധികൾ പാർഷദന്മാരായിട്ട്, നന്ദൻ സുനന്ദൻ, ചണ്ഡൻ പ്രചണ്ഡൻ, ബലൻ മഹാബലൻ, കുമുദൻ കുമുദേക്ഷണൻ എന്ന 8 പാർഷദന്മാർ ജയവിജയന്മാരായിട്ട് അടുത്ത സ്റ്റെപ്പാണ്. അതിനുശേഷം വൈകുണ്ഠത്തിലേക്ക് പ്രവേശിക്കാൻ സാധിക്കും. ഇങ്ങനെ വ്യൂഹം പറയുകയാണ്. ഇനി ഈ അധ്യായത്തിൻ്റെ അടുത്ത ഭാഗം നമുക്ക് നാളെ പറയാം. സർവത്ര ഗോവിന്ദ നാമസങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ. ഒരു അധ്യായം 60 ശ്ലോകങ്ങളാണ് അതിലുള്ളത്. അപ്പോൾ അതിൽ ഈ അധ്യായം സാധാരണ ഭാഗവതത്തിൽ സപ്താഹത്തിൽ ഇങ്ങനെയൊന്നും തീരെ പറയാറില്ല. അപ്പോൾ അതിനെ കുറച്ച് പറയാമെന്ന് വിചാരിച്ചിട്ട് പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ. അത് ഷെയർ ചെയ്യണമെന്ന് വിനീതമായിട്ട് പ്രാർത്ഥിക്കണം. ഒരു അധ്യായത്തിൻ്റെ പകുതിയായിട്ടില്ലേ ഇപ്പോൾ. നമുക്ക് ബാക്കിയുള്ളത് അടുത്തതിൽ പറയാം. നാരായണ നാരായണ. അത് 12ാമത്തെ സ്കന്ധത്തിലെ 11ാമത്തെ അധ്യായം ആദിത്യ വ്യൂഹ വർണ്ണനമാണ് ഇപ്പോൾ കുറച്ച് പറഞ്ഞത്. ഇതിൽ ഭഗവാന്റെ രൂപത്തെ ഒന്നിങ്ങനെ പറയുന്നുണ്ട്. ഇനി മറ്റൊരു തരത്തിൽ രൂപത്തെ വ്യാഖ്യാനം, അത് നാളെ പറയാം. നാരായണ നാരായണ നാരായണ.